നമസ്കാരം, ചാനൽ 91ലേക്ക് സ്വാഗതം. വ്യക്തികൾ മുദ്രകൾ എന്ന ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ശില്പ എൻ ഗോപി എന്ന കൊച്ചുമിടുക്കിയാണ്. നൃത്തത്തിൽ തൻ്റെതായ ഒരിടം സൃഷ്ടിച്ചവൾ. കാണാം ശില്പയുടെ വിശേഷങ്ങൾ അത്രേ. ശില്പ ഗോപി 3.5 വയസ്സ് മുതൽ നൃത്തപഠനം ആരംഭിച്ചു. ഗുരു ശ്രീമതി RLV ഗീതാ സുനിലിന്റെ കീഴിൽ 6ാമത്തെ വയസ്സിൽ ഭരതനാട്യം അരങ്ങേറ്റം. തുടർന്ന് ഉന്നത പഠനത്തിനായി സൂര്യ നൃത്ത വിദ്യാലയത്തിൽ വിജയൻ തൃപ്പൂണിത്തറ, RLV വിജയലക്ഷ്മി എന്നിവരുടെ ശിക്ഷണത്തിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പൊടി, കേരള നടനം, നാടോടി നൃത്തം, കഥക് എന്നീ നൃത്തകലകളിൽ പരിജ്ഞാനം നേടി. 8ാമത്തെ വയസ്സിൽ ആദ്യമായി മത്സരരംഗത്തേക്ക്. പൂർണ്ണത്ര ഈശന്റെ മണ്ണിൽ അത്തം കലാസന്ധ്യയിൽ ഭരതനാട്യത്തിൽ വിജയിയായി. തുടർന്നുള്ള വർഷങ്ങളിൽ സ്കൂൾ, സബ് ജില്ല, ജില്ല, സംസ്ഥാന തലം വരെ വിജയിയാവാൻ സാധിച്ചു. ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിനും കുച്ചിപ്പൊടിക്കും നാടോടി നൃത്തത്തിനും നിരവധി സമ്മാനങ്ങൾ. സ്കൂൾ തലത്തിൽ LP UP ചാമ്പ്യൻ, നൃത്ത ഇനങ്ങളിൽ അത്തം കലാസന്ധ്യ, ഓൾ കേരള ചിൽഡ്രൻസ് ഫെസ്റ്റ്, ഓൾ കേരള നവരാത്രി കോമ്പറ്റീഷൻ, ചാലിയൻസ് ഇന്റർനാഷണൽ തുടങ്ങി നിരവധി മത്സരങ്ങളിൽ ശക്തമായ വിജയം. തുടർച്ചയായി 3 തവണ സംസ്ഥാന കലോത്സവത്തിൽ ഭരതനാട്യത്തിലും കുച്ചിപ്പൊടിയിലും A ഗ്രേഡോടെ വിജയിയായി. 2 വർഷം MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വിജയക്കൊടി പാറിച്ചു. 12 വയസ്സ് മുതൽ ഭരതനാട്യത്തിന് ഇന്ത്യ ഗവൺമെന്റ് സ്കോളർഷിപ്പ്, ദൂരദർശന്റെ B ഗ്രേഡ് ആർട്ടിസ്റ്റ് എന്നീ ബഹുമതികളും കരസ്ഥമാക്കി. 2018 ഇന്ത്യ ഗവൺമെന്റ് സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ക്ഷണിതാവായി 15 ദിവസം ഡൽഹിയിൽ രാജ്ഘട്ടിൽ ഭരതനാട്യത്തിൽ ട്രെയിനിങ്, തുടർന്ന് ആസാദി കി മഹോത്സവ്, ഗാന്ധി സ്മൃതിയിൽ പ്രോഗ്രാം ചെയ്യാനുള്ള അവസരവും ലഭിച്ചു. തുടർന്ന് തഞ്ചാവൂരും 15 ദിവസത്തെ നൃത്തപരിപാടി അവതരിപ്പിച്ചു. നൃത്തത്തിൽ എന്നതുപോലെ പഠനത്തിലും ശില്പ മികവ് പുലർത്തി. SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ വാങ്ങി പാസ്സായി. ഇപ്പോൾ സൈക്കോളജിയിൽ ബിരുദം. തുടർ പഠനത്തിന് ആസ്ട്രേലിയയിലേക്ക്. അങ്ങനെ നമ്മൾ തേടി വന്ന ആ കൊച്ചുമിടുക്കിയെ കിട്ടിയിട്ടുണ്ട് ശില്പ. ഹായ് ശില്പ. ഹായ്. സുഖാണോ? സുഖം. പിന്നെ എങ്ങനെ പോകുന്നു? ഇപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ്. സൈക്കോളജിയിലായിരുന്നു ഡിഗ്രി. അപ്പോൾ ഞാൻ ഈ നെക്സ്റ്റ് ഇയർ മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഓസ്ട്രേലിയയിലേക്ക് പോവാണല്ലേ? ബ്രദറും ഓസ്ട്രേലിയ ആണല്ലേ? ഓക്കെ. പിന്നെ ഞാനിപ്പോൾ ഒരു ലൈഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ILTS സെന്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻറ് മെന്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഞാൻ ലാസ്റ്റ് ഇയർ തൊട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ അവരുടെ തന്നെ ഒരു ലൈഫ് എബ്രോഡ് എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്. അവിടെ ഇപ്പോൾ ചെറുതായിട്ട് അവിടെയും ഇവിടെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പം ഞങ്ങൾ ശില്പയെ തേടി വരുന്നതിൻ്റെ പ്രധാന കാരണം അറിയാലോ? തേടി വന്നതിൻ്റെ എന്താ പറയുന്നത്, നൃത്തത്തിലൂടെ ഭയങ്കര ജാലകമൊക്കെ സൃഷ്ടിച്ച ആളാണെന്ന് കേട്ടു. അപ്പം നൃത്തത്തിലേക്ക് കിടക്കാം. ഈ നൃത്തത്തിലേക്ക് ശില്പ കടന്നു വന്ന ആ ഒരു ടൈം എങ്ങനെയായിരുന്നു? എത്രാമത്തെ വയസ്സിലായിരുന്നു ഇതിലേക്ക് കാലെടുത്ത് വെച്ചത്? ഞാൻ 3 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഡാൻസ് സ്കൂളിൽ പോയി ചേരുന്നത്. ആദ്യം ഞാൻ തിരുവാങ്കുളത്ത് RLV ഗീതാ സുനിലിൻ്റെ കീഴിലായിരുന്നു അഭ്യസിച്ചുകൊണ്ടിരുന്നത്. നാട്യാഞ്ജലി നൃത്ത വിദ്യാലയം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിനുശേഷമാണ് വിജയൻ തൃപ്പൂണിത്തറ സാറ് അവിടെ വന്ന് ക്ലാസ് എടുക്കുമായിരുന്നു കോമ്പറ്റീഷൻ ഐറ്റത്തിനൊക്കെ. ഈ RLV ഗീത എന്ന് പറഞ്ഞ മാമിൻ്റെ അടുത്തോ? അതെ. കോമ്പറ്റീഷൻ ഐറ്റം മാത്രം പഠിപ്പിക്കാൻ സാറ് വരുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ആ ടീമിൽ ഉണ്ടായിരുന്നില്ല. സാറ് പഠിപ്പിക്കുന്ന കൂടി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ കാണുമായിരുന്നു സാറ് ക്ലാസ് എടുക്കണമെന്നൊക്കെ കാണുമ്പോൾ. സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അതൊക്കെ കണ്ട് പേടിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം സാറ് വിളിച്ചിട്ട് ചോദിച്ചു, ഡാൻസ് പഠിക്കണോ എൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു. ഞാനപ്പോൾ തന്നെ കരഞ്ഞു തുടങ്ങി. അങ്ങനെ വന്ന് ഞാൻ അവിടെ സാറിൻ്റെ അടുത്ത് കോമ്പറ്റീഷൻ ഐറ്റം പഠിക്കാൻ പേടിച്ച ആളുടെ അടുത്ത് തന്നെ എത്തി അവസാനം. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ ശില്പയുടെ അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, ഭയങ്കര സപ്പോർട്ടീവാണ് ആള്. ശില്പയുടെ ഈ നൃത്തത്തിന് വേണ്ടി ശില്പ കിടക്കുന്നതിനെക്കാട്ടി ഒന്നും കൂടെ ഇതായിട്ട് അച്ഛൻ്റെ ഇൻവോൾവ്മെന്റ് അതിലുണ്ട്. ശരിക്കും അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണോ ഈ നൃത്തത്തിലേക്ക് എത്തിയത്, അതോ ശില്പയ്ക്ക് എന്തെങ്കിലും ഒരു അന്നത്തെ കാലത്ത്, അതായത് കുഞ്ഞിലെ ആ ഒരു ടൈമിൽ എന്തെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നു നൃത്തത്തോട്? ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും പാട്ട് കേൾക്കുമ്പോൾ ഇരുന്ന് ഡാൻസ് കളിക്കുന്നൊക്കെ അമ്മയച്ഛനും പറയായിരുന്നു. അങ്ങനെയാണ് അവരെന്നെ കൊണ്ട് കുറേ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി. അപ്പം ഞാൻ തീരെ ചെറുതായതുകൊണ്ട് എല്ലാവരും കുറച്ചും കൂടി വലുതാവട്ടെ, അങ്ങനെ ടീച്ചറുടെ അടുത്ത് വന്നപ്പോൾ ടീച്ചർ ഓക്കെ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് പഠിച്ചത്. പിന്നെ സാറിനെ ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല, പേടിച്ചിട്ട് അല്ല, അവിടുത്തെ ടീച്ചർ തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് ആക്കി തന്നത്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തൃപ്പൂണിത്തുറയ്ക്ക് സ്ഥലം മാറി. ഞങ്ങൾ ആദ്യം തിരുവാങ്കുളത്തായിരുന്നു. അപ്പൊ തൃപ്പൂണിത്തുറയ്ക്ക് സ്ഥലം മാറിയപ്പോൾ കുറച്ചും കൂടി കൺവീനിയന്റ് ഇതായതുകൊണ്ട് ഞങ്ങൾ
സാറിൻ്റെ അടുത്തേക്ക് മാറുന്നത്. ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ സാറിന്റെ കീഴിൽ നൃത്തം അഭ്യസിച്ചിരിക്കുന്നു അല്ലേ? അപ്പം എന്തുവാ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരളനാടകം എല്ലാം കഴിഞ്ഞോ? ആദ്യം ഞാൻ ഭരതനാട്യമാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ സാറ് കുച്ചിപ്പുടി, മോഹിനിയാട്ടം പഠിപ്പിച്ചു. അത് സാറ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനും ചേർന്നു. ഒരു സ്റ്റേജ് മാത്രമേ ഞാൻ കേരള നടനം കളിച്ചിട്ടുള്ളൂ. കലോത്സവത്തിന് ഒന്നും ചെയ്തിട്ടില്ല? കലോത്സവത്തിന് ഞാൻ കേരളത്തിൽ പോയിട്ടില്ല. ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോക്ക് ഉണ്ടായിരുന്നു. ഒരു UP സെക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫോക്ക് പയ്യെ നിർത്തി വെച്ചു. ഒരു കലോത്സവത്തിന് വേണ്ടി മാത്രമായിരിക്കും ഫോക്ക് കൂടുതലായിട്ട്? അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ഫുൾ കലോത്സവത്തിന് പോയിട്ടും ഇല്ല. ഞാൻ ഒരു 5th സ്റ്റാൻഡേർഡ് ഒക്കെ എത്തിയപ്പോൾ ഞാൻ ഫോക്ക് പയ്യെ നിർത്തി. താല്പര്യമില്ല ഫോക്കിനോട്? താല്പര്യം ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിരുന്നില്ല. കൂടുതലും ഈ ഒരു 3 ഐറ്റം നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം അധികം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു 3 എണ്ണം എടുത്തു നോക്കി കൂടുതലും ഇഷ്ടം ഭരതനാട്യം തന്നെയാണ് അല്ലേ? അതെന്താ അത്രത്തോളം ഇഷ്ടം ഭരതനാട്യത്തിലോട്ട് പോയത്? ചിലർക്ക് കുച്ചിപ്പുടിയാന്ന് പറയും, ചിലർക്ക് എന്താ മോഹിനിയാട്ടം എന്ന് പറയും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയത് അതായതുകൊണ്ടായിരിക്കാം. പിന്നെ എനിക്ക് കൂടുതൽ വഴങ്ങുന്നതും അതായതുകൊണ്ടായിരിക്കും. ഇപ്പോൾ കുച്ചിപ്പുടി അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിന് ഒരു പ്രത്യേക ശൈലി വേണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭരതനാട്യമാണ് എനിക്ക് കൂടുതൽ സ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എത്രത്തോളം സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കും? ഞാൻ പണ്ട് ഒരുപാട് കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ട്. അത്തം, TDM ഹോൾ എനിക്ക് മനസ്സിലായി. കാരണം ഈ ഒരു ഷെൽഫിലിരിക്കുന്ന എന്താ അവാർഡ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ട്രോഫീസ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഒത്തിരി സ്റ്റേജിൽ പോയി കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതേപോലെ ഇപ്പം എല്ലാ നർത്തകിമാർക്കും അല്ലെങ്കിൽ എല്ലാ നർത്തകർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല ഈ കച്ചേരി ചെയ്യാന്ന് പറയുന്നത്. ഈവൻ കുറച്ച് പേര് പഠിക്കാൻ പോകുന്നു, ചിലർ അരങ്ങേറ്റം കഴിയുന്നു, കുറേ പേര് കോമ്പറ്റീഷൻസ് ഒക്കെ ഈ പറഞ്ഞുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു ഭരതനാട്യ കച്ചേരി തന്നെ 2 തവണ അവതരിപ്പിക്കാൻ പറ്റിയല്ലേ? ഓക്കെ, അതിന്റെ ആ ഒരു അനുഭവം വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കൂ. ഓക്കെ, ആദ്യം ഞാൻ കച്ചേരി അവതരിപ്പിച്ച ഞങ്ങൾ ഗ്രൂപ്പായിട്ടായിരുന്നു. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അന്ന് ഞാൻ 5th-ലോ 6th-ലോ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഞാനൊരു ഒറ്റയ്ക്കൊരു കച്ചേരി ചെയ്യുന്നത് ഈ വർഷമാണ്. അത് തൃപ്പൂണിത്തുറ ലായം കൂത്തമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അന്ന് ഗ്രൂപ്പ് കച്ചേരി കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഇൻഡിവിജ്വലായിട്ടൊന്നും ചെയ്യുന്നുള്ളത്. അത് കുറേ നാൾ കഴിഞ്ഞ് ഇപ്പോഴാണ് സാധിച്ചത്. ലൈഫിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? അത് എൻ്റെ കച്ചേരി തന്നെയായിരിക്കും. കാരണം ഇത്രയും നാളത്തെ ഒരു ഹാർഡ് വർക്കും എല്ലാം ആ സ്റ്റേജിൽ കളിച്ച് തീർന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും ആ ഒരു അപ്രീസിയേഷൻ എല്ലാം കിട്ടുമ്പോൾ അത് ഭയങ്കര ഒരു അരങ്ങേറ്റം കച്ചേരി വെച്ച് നോക്കിയാലോ? കച്ചേരി തന്നെയും പറയുള്ളൂ. അരങ്ങേറ്റം കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അന്നേരം ഈ ത്രില്ല് എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നോ? കാരണം ഫസ്റ്റ് ടൈം നമ്മൾ ചെലങ്ക കെട്ടി ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോവാണ് അല്ലേ? അപ്പം അതിന്റെ ഒരു എന്താ പറയുക പേടിയൊക്കെ ഉണ്ടായിരുന്നു അന്നും. പക്ഷെ എനിക്ക് തോന്നുന്നു കച്ചേരിക്കാണ് കൂടുതൽ, അന്നത്തെക്കാളും കുറച്ചും കൂടി അറിവ്. ഏത് ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ 1st സ്റ്റാൻഡേർഡിൽ വെച്ച്. അപ്പൊ ചിന്തിക്കാനുള്ള ഇതായിട്ടില്ലല്ലേ? ഓക്കെ, എൻ്റെ മുമ്പത്തെ ഗുരുവിൻ്റെ അടുത്തായിരുന്നു ആദ്യം അരങ്ങേറ്റം. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് സാറിൻ്റെ അടുത്തൊന്നും കൂടി അരങ്ങേറ്റം ചെയ്തു. ലൈഫിൽ ഒരു എയിം ഉണ്ടല്ലോ, ഇപ്പം സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു അങ്ങനെ ഒരു ജോബിലേക്ക് പോകാനാണോ, അല്ലെങ്കിൽ നൃത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡാൻസുമായിട്ട് മുന്നോട്ട് പോകാനാണോ? ഏതിനോടായിരിക്കും കൂടുതൽ? എനിക്ക് ഇപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ PG ചെയ്യാൻ പോവാണ്. സൈക്കോതെറാപ്പിയിൽ ഞാൻ PG ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിലൊരു PG എടുത്ത് അതിൽ വർക്ക് ചെയ്തിട്ട് ഡാൻസും എൻ്റെ ഒപ്പം കൂടെ കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനൊരു ഇതിനൊരു സർട്ടിഫിക്കറ്റ് എടുത്ത് അത് പിള്ളേരെ പഠിപ്പിച്ച് അതിൽ നിന്ന് ഏൺ ചെയ്യാനുള്ളൊരിത് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് തോന്നിയിട്ടില്ല. പഠിപ്പിക്കാൻ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ സാറിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് സാർ ഇല്ലാത്തപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ പോകാറുണ്ട്. അതല്ലാതെ ഒരു വരുമാന മാർഗമായിട്ട് അതിനെ കാണാൻ ഇല്ല. എനിക്ക് ഡാൻസ് ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് കളിക്കുന്നു, എൻ്റെ ഒരു പാഷന് വേണ്ടിയിട്ട് ഞാൻ കളിക്കുന്നത്. അതല്ലാതെ സൈക്കോളജി അതിലാണ് എനിക്ക് താല്പര്യം. ശില്പയുടെ ബാക്ക് ബോൺസ് ആണ് ഇപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്നത്. എടുത്തു പറയേണ്ട 2 വ്യക്തികളല്ലേ? ശില്പയുടെ പേരൻസ്. മോളെ ആർക്കായിരുന്നു ഡാൻസിലേക്ക് കൂടുതൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം? എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ചെറുപ്പത്തില് ഡാൻസ് പഠിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പഠിക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ അച്ഛന് കൊണ്ടുപോകാനും കൊണ്ടാക്കാനും ഒക്കെ ഉള്ള അച്ഛൻ വർക്ക് ചെയ്യായിരുന്നു, പോർട്ടിലായിരുന്നു. അപ്പം അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തിയത്. പക്ഷെ അന്ന് തൊട്ട്
കോളേജിലും സ്കൂളിലൊക്കെ ഡാൻസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോഴും ഉണ്ടാവും അല്ലേ? ഇപ്പോഴും ഉണ്ട്. ഓക്കെ, മിക്ക പേരൻസിന്റെ ഒരു അഭിപ്രായമാണിത്. അവർക്ക് അന്ന് അവരാഗ്രഹിച്ചു, പക്ഷെ സാധിക്കാത്തത് ഇന്ന് മക്കളോടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കഴിവ് അവൾക്ക് കിട്ടിയതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഈ ശില്പം നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എന്താണ് പറയാനുള്ളത്? നല്ലൊരു നർത്തകിയായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി ഒരു വലിയ നർത്തകി ആവണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഇപ്പൊ അച്ഛൻ എന്താണ് പറയാനുള്ളത്? ശില്പയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തീരെ ചെറുപ്പം പോലെ തന്നെ അവൾ വീട്ടിൽ പാട്ടൊക്കെ ഡാൻസൊക്കെ കളിക്കുന്നത്. അപ്പോൾ ആ ഡാൻസിൻ്റെ ഒരു ക്രേസ് കണ്ടിട്ടാണ് നമ്മൾ തിരുവാങ്കുളത്ത് RLV ഗീതാ സുനിലിൻ്റെ അടുത്ത് ആക്കിയത് നമ്മൾ. അപ്പോൾ അവിടെ ഡാൻസ് പഠിച്ചു കഴിഞ്ഞ് അപ്പോൾ നമ്മൾക്ക് ഈ മത്സരം അങ്ങനെ സംഭവങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ അന്നേരമൊന്നുമില്ല. പക്ഷേ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഉയർന്നതിൽ പഠിക്കണമല്ലോ, ഉന്നത വിദ്യാഭ്യാസം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതുപോലെ വിജയൻ സാറിൻ്റെ അടുത്ത് ആക്കിയതാണ്. ആ വർഷം ആണ് അവൾ LPയിൽ ഫസ്റ്റ് കോമ്പറ്റീഷന് പോണതും പ്രൈസ് വരുന്നതും. അപ്പോൾ ഡാൻസിനേക്കുള്ള അപ്പം മാഷ് പറഞ്ഞൊക്കെ നല്ലൊരു ക്രേസ് ഉണ്ട്, എന്താ കണ്ടിന്യൂ ചെയ്ത് നിർത്തണ്ട, നല്ലത് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ നമ്മുടേതായത് നമ്മൾ അതിന് വേണ്ടി സമയം കണ്ടെത്തി പ്രാക്ടീസിനാണെങ്കിലും എല്ലാത്തിനും നമ്മൾ കൊണ്ടുപോവുകയും അപ്പോൾ നല്ലൊരു എന്താ പറഞ്ഞ ഒരു നർത്തകിയുടെ ഒരു രീതിയിലേക്ക് വരുന്ന സ്റ്റഡീസും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകണം. അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട്. അതെ, ആള് പഠിച്ച സ്കൂളിലാണെങ്കിൽ ടീച്ചർമാർ പഠിത്തത്തിൽ നന്നായിട്ട് പഠിക്കണം, അത് ശ്രദ്ധിക്കണമുണ്ട്. രണ്ടും കളയാണ്ട് ഒന്നിച്ച് ആ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു നൃത്ത എന്താ പറയുക യാത്രയിൽ ഏറ്റവും കൂടുതൽ അഭിമാനകരമായി തോന്നിയ ഒരു നിമിഷം ഏതാണ്? അല്ല ഏറ്റവും സന്തോഷം തോന്നിയൊരു? സന്തോഷം തോന്നിയത് വെച്ചാൽ നമ്മൾ മത്സരത്തിൽ എല്ലാ വർഷവും വിജയിക്കുക എന്ന് കാണുമ്പോൾ നമുക്ക് അതാണല്ലോ. കാരണം ഇത്രയും കുട്ടികൾ മത്സരിക്കുമ്പോൾ അതിൽ നിന്നൊരു വിജയി കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ നമുക്ക് സ്കോളർഷിപ്പ്, ഇന്ത്യ ഗവൺമെൻറ് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ രാജ്ഘട്ടിൽ ഡൽഹി പോയി പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു, ഒരു 15 ദിവസമായത്. പിന്നെ തഞ്ചാവൂർ പ്രോഗ്രാം ചെയ്യാനുള്ള, അങ്ങനെ ആ ഒരു നമുക്ക് നമ്മളെക്കൊണ്ട് എത്തിപ്പിടിക്കാതെ മോള് വഴി എത്തിപ്പിടിച്ചപ്പോൾ ഒരു ഭയങ്കര സന്തോഷം. ശില്പ തന്നെ പറഞ്ഞു, പേടിച്ച് ശില്പ എത്തിയ ഗുരു, ആ ഗുരുവാണ് ഇന്നിപ്പം ശില്പയുടെ ഈ ഒരു വളർച്ചയ്ക്ക് പിന്നിൽ അല്ലെ? അപ്പൊ നമുക്ക് ഇനി ആ ഒരു ഗുരുവിനെ അറിയണം, ഗുരു ആരാണെന്ന് അറിയണം, ഗുരുവിന്റെ ആ ഒരു രീതികളൊക്കെ അറിയണം. സ്ട്രിക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ആ ഒരു നൃത്ത കലാക്ഷേത്രയിലോട്ട് ചെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ? സൂര്യ നൃത്ത വിദ്യാലയം. അപ്പം കൂടുതൽ ഈ ഒരു നൃത്തത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ തന്നെയും സൂര്യ നൃത്ത വിദ്യാലയത്തിൽ ചെന്നിട്ട് മാഷ് വിജയൻ തൃപ്പൂണിത്തറ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം ഞങ്ങൾ ഇന്ന് ഈ കലാക്ഷേത്രത്തിൽ എത്തിയത് ശില്പ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിനിയെ തേടിയാണ്. അപ്പം ആരാണ് ശില്പ, എന്താണ് ശില്പ എന്നൊക്കെ നമുക്ക് മുകളിലോട്ട് പോയിട്ട് ശില്പയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇന്നിപ്പം നമ്മളോടൊപ്പം ഉള്ളത് ശില്പയുടെ നൃത്ത അധ്യാപകനായ വിജയ് തൃപ്പൂണിത്തറയാണ്. സൂര്യ നൃത്ത വിദ്യാലയത്തിന്റെ ഡയറക്ടർ കൂടിയാണ് സാറ്. അപ്പം നമുക്ക് ശില്പയുടെ വിശേഷങ്ങളൊക്കെ സാറിനോടും കൂടെ ചോദിക്കാം. സാർ നമസ്കാരം. വിജയ് തൃപ്പൂണിത്തറ. ഇപ്പം സൂര്യ നൃത്ത വിദ്യാലയം എന്ന് പറഞ്ഞ ഈ ഒരു കലാക്ഷേത്രം ഇവിടെ ഇപ്പൊ ആരംഭിച്ചിട്ട് എത്ര വർഷമായി? ഇപ്പൊ 24 വർഷത്തിന്റെ അടുത്ത്. തുടക്കം ഇവിടെ നിന്നായിരുന്നോ അതോ മുന്നേ? ഇല്ല, തൃപ്പൂണിത്തുറ തന്നെ മറ്റൊരു സ്ഥലത്തു നിന്നായിരുന്നു തുടക്കം. പിന്നീട് ഇവിടെ ആയിട്ട് ഇത്ര വർഷം. സാർ ഇപ്പം ഈ ഒരു നൃത്ത ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് എത്ര വർഷം? ഞാൻ ഏകദേശം പഠനം ആരംഭിച്ചത് എൻ്റെ ഒരു 2ാം ക്ലാസ് മുതലാണ്. 10ാം ക്ലാസ്സോടുകൂടി ആക്റ്റീവായിട്ട് പഠനവും അധ്യാപനവും ഒരുപോലെ തുടർന്നു വരുന്നു. അങ്ങനെ മറ്റാരെങ്കിലും നൃത്തത്തിൽ ബേസ് ചെയ്ത്? ഇല്ല, പ്രത്യേകിച്ച് ആരുമില്ല. പക്ഷെ എനിക്ക് ശേഷം അനുജത്തി, ഇപ്പോ എന്റെ വൈഫും നൃത്ത പഠനം തുടരുന്നുണ്ട്. നൃത്ത അധ്യാപകരാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
തുടക്കത്തിലെ രക്ഷിതാക്കളുടെ നിർബന്ധപ്രകാരമാണോ ഇറങ്ങിയത്? നിർബന്ധമല്ലായിരുന്നു, എന്റെ പൂർണ്ണ ഇഷ്ടമാണ്, പൂർണ്ണമായിട്ടുള്ള ഇഷ്ടമായിരുന്നു. ഓക്കെ, എവിടെയായിരുന്നു ഞാൻ നൃത്തപഠനം ആരംഭിച്ചത്? ഞാൻ പൂർണ്ണമായിട്ടും ഗുരുകുല വിദ്യാഭ്യാസ രീതിയിലാണ് നൃത്തപഠനം ആരംഭിച്ചതും എൻ്റെ നൃത്ത അധ്യാപന രംഗത്തേക്ക് പ്രവേശിച്ചതൊക്കെ ഗുരുകുല വിദ്യാഭ്യാസ രീതി എന്നുള്ള ഒരു എന്താ പറയുക ശിക്ഷണം ലഭിച്ചിട്ടാണ്. ശ്രീമതി RLV ദേവി ആയിരുന്നു എൻ്റെ ആദ്യകാല ഗുരു. ഇപ്പോഴും അവർ തന്നെയാണ്. എന്നാലും അതിനിടയിൽ ടീച്ചറിന്റെ ചില അസൗകര്യങ്ങളാലും പിന്നെ ഞങ്ങളുടെ അസൗകര്യം കൊണ്ടും തൊട്ടടുത്തൊരു നൃത്ത വിദ്യാലയത്തിലേക്ക് മാറി. അത് ടീച്ചറിന്റെ തന്നെ കോളേജിലെ ശിഷ്യായിരുന്ന RLV ഹേമലത. ഇനി ഇതേ 2 ടീച്ചേഴ്സിന്റെ തന്നെ പൂർവ്വകാല ഗുരുവായിരുന്ന ശ്രീമതി കലാക്ഷേത്ര വിലാസിനിമ. അങ്ങനെ 3 ഗുരുക്കന്മാരാണ് ഞാൻ ഭരതനാട്യം അഭ്യസിച്ചിട്ടുള്ളത്. പിന്നീട് മോഹിനിയാട്ടം ശ്രീമതി RLV ഹേമലത ടീച്ചറിൻ്റെ അടുത്ത് തന്നെ, പിന്നെ ഗീതാ പത്മകുമാർ അവരുടെ അടുത്ത് കുച്ചിപ്പുടി. അങ്ങനെ നൃത്തസഭയിൽ ഞാൻ അങ്ങനെ തുടർന്നു വരുന്നു. ഇപ്പോഴും നൃത്ത വിദ്യാർത്ഥിയും കൂടിയാണ് ഞാൻ, അധ്യാപകനാണെങ്കിലും. പക്ഷെ കലാപഠനം ഒരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പോട് അവസാനിക്കുന്നില്ല. അപ്പൊ ആ തുടർച്ച എന്നിലൊപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നൃത്തത്തോടൊപ്പം തന്നെ കഥകളിയിലേക്കും ഒരു കാൽവെപ്പ് നടത്തിയിട്ടുണ്ടല്ലോ. അത് എന്റേത് മാത്രമായ ഒരു താല്പര്യമായിരുന്നു. അതെന്റെ ഒരു കൊതിക്ക് വേണ്ടി ഒരു വേദി കയറുക എന്നുള്ളതും കഴിഞ്ഞതാണ്. അത് പക്ഷെ വളരെ എന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ശ്രീ രഞ്ജിത്ത് തൃപ്പൂണിത്തുറ, അദ്ദേഹത്തിന്റെ ഒരു ശിക്ഷണത്തിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ മറ്റ് സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ കഥകളി അഭ്യസിക്കുന്നത് പോലെ പഠിക്കാമെന്ന് കരുതി, എന്നിരുന്നാലും എൻ്റെ കഥകളി രംഗത്ത് കണ്ടുള്ള ഒരു പരിചയം കൊണ്ട് അതൊരു വ്യത്യസ്തൊരു അനുഭവമായിരുന്നു. അത് ചെയ്യാനും ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. പിന്നീട് കലാമണ്ഡലം ശ്രീ മയ്യനാട് രാജീവൻ നമ്പൂതിരിയുടെ അടുത്ത് കഥകളി പഠിക്കുന്നുണ്ട് ഞാനിപ്പോഴും. പക്ഷെ ഭരതനാട്യം മെയിനായിട്ട് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതിനോടുള്ളൊരു താല്പര്യം കൊണ്ട് അതിനെ ചെറിയ രീതിയിലെങ്കിലും മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ശില്പയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശില്പ ഇപ്പം സാറിന്റെ ശിക്ഷണത്തിൽ വന്നിട്ട് എത്ര നാളായി കാണുന്നത്? ശില്പ ഏകദേശം 3ാം ക്ലാസ്സിലെ വെക്കേഷനോടുകൂടി എൻ്റെ അടുത്ത് നൃത്തപഠനം ആരംഭിച്ചു. അതിനു മുമ്പ് ശ്രീമതി RLV ഗീതാ സുനിലിന്റെ നൃത്ത വിദ്യാർത്ഥിനിയായിരുന്നു. ഏതാനും ചില അസൗകര്യങ്ങൾ കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ ഇവിടുത്തെ ഡാൻസ് ക്ലാസ്സിൽ ശിക്ഷണം ആരംഭിച്ചു. ഇപ്പൊ ഒരു 15 വർഷം ആയി നൃത്തപഠനം ചെയ്യുന്നു. പിന്നെ എല്ലാവർക്കും ലഭിക്കാത്തൊരു സൗഭാഗ്യമാണ് ഒരു നൃത്ത കച്ചേരി ചെയ്യുക എന്നുള്ളത്. അത് ഇന്ന് സാക്ഷാത്കരിച്ചതിലൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ സൂര്യ നൃത്ത വിദ്യാലയയിലെ അധ്യാപകരും അതേപോലെ വിദ്യാർത്ഥിനികളെല്ലാവരും. എന്നുവെച്ചാൽ പഠനം എല്ലാവർക്കും സാധ്യമാവും. പിന്നെ ഡാൻസ് ക്ലാസ്സുകൾ ഏറെ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡാൻസ് ക്ലാസ്സുകൾ ഉണ്ടാകാറുണ്ട്. നൃത്ത വിദ്യാർത്ഥിനികൾ പലരോടും ഒരു സ്കൂളിൽ പോയിട്ട് നമ്മളൊരു സർവേ നടത്തിയാൽ പലരും നൃത്തം അഭ്യസിക്കുന്നുണ്ടാവും. കുറച്ച് ഭാഗ്യം, കുറച്ച് സാമ്പത്തികപരമായ കാര്യങ്ങൾ, മറ്റൊന്ന് കുട്ടികൾ പ്രായോഗികമായിട്ടത് കൈകാര്യം ചെയ്യാൻ സ്കൂൾ പഠനത്തോടൊപ്പം നൃത്തം കൈകാര്യം ചെയ്യുക, ഇതൊക്കെ മറികടന്ന് ഒരു കച്ചേരിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു ദൈവാധീനം, ആ കുട്ടിയുടെ ഭാഗ്യം. അതിലൊക്കെ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും. അത്രയായി ശില്പയുടെ ഏകദേശം നൃത്തപഠനം. അപ്പോൾ ഏതാനും വർഷങ്ങളുടെ നൃത്തപഠനം, അത് സ്വന്തം പരിശ്രമം കൊണ്ടും അതേപോലെ തന്നെ വിദ്യാഭ്യാസം ഹാൻഡിൽ ചെയ്തുകൊണ്ട് തന്നെ നൃത്തപഠനം. അത് പലരും ഇന്ന് കാണുന്ന കുട്ടികൾ എത്രയൊക്കെ നമ്മുടെ സംസ്കാരം വളർന്നുവെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടെങ്കിലും പഠനത്തോടൊപ്പം നൃത്തം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് പക്ഷേ ശില്പാനായാസം ഒരുപക്ഷെ ഞാൻ അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുള്ള എളുപ്പമുള്ള വഴി ആയതുകൊണ്ടാണോ ഇല്ല അവരെൻ്റെ അടുത്ത് പെരുമാറുന്നൊരു രീതി കൊണ്ടാണോ നൃത്ത പഠനവും സ്കൂൾ പഠനവും ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ട്. ഇന്നിപ്പോൾ അത്യാവശ്യം ഞങ്ങൾ 2 അധ്യാപകർക്കിടയിൽ ഒഴിവുണ്ടെങ്കിൽ ഒരു ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് ശില്പയോട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഭരതനാട്യം, കുച്ചിപ്പുടി, അതേപോലെ ഭരതനാട്യമാണ് നമ്മളുടെ നൃത്ത വിദ്യാലയത്തിലെ പ്രധാന വിഷയം. എന്നിരുന്നാലും മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ നൃത്ത വിദ്യാലയത്തിൽ തന്നെ തുടരണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ അഭ്യസിപ്പിക്കുന്നുണ്ട്, ഇവർ അഭ്യസിക്കുന്നുമുണ്ട്.
നൃത്തം ഒക്കെ നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സാറിൻ്റെ ആ ഒരു ശിക്ഷണം. കാരണം വളരെ മനോഹരമായ രീതിയിലാണ് ഭരതനാട്യം ആണെങ്കിലും മോഹിനിയാട്ടം ആണെങ്കിലും ഒക്കെ ശില്പ ഇവിടെ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത്. അപ്പം ശില്പ, ഏകദേശം 15 വർഷമായല്ലോ ഇവിടെ സൂര്യ നൃത്ത വിദ്യാലയത്തിൽ വന്നിട്ട്. എന്താണ് ആ ഒരു അനുഭവം? അപ്പം ഞാനിവിടെ വന്നത് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ആദ്യം ഞാനൊരു കോമ്പറ്റീഷൻ ഐറ്റം പഠിക്കാൻ വേണ്ടിയിട്ടാണ് സാറിൻ്റെ അടുത്തേക്ക് മാറിയത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവിടെ പണ്ട് പഠിച്ചിരുന്നത് RLV ഗീതാസുനിൻ്റെ അടുത്താണ്. അവിടെ കുറച്ച് അസൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് മാറുമായിരുന്നു. ഇവിടെ വന്നേ പിന്നെ എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. സാർ ഇവിടെ ഭയങ്കര ചിട്ടയായിട്ടാണ് എല്ലാം ചെയ്യിക്കുക. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ് മാത്രമല്ല, കൂടുതൽ തിയറി ക്ലാസ്സസും താളം ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ എവിടെ കലാക്ഷേത്രത്തിലൊക്കെ പോയി നമ്മൾ ഡാൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം പഠിക്കുന്ന തിയറീസ് എല്ലാം സാർ ഇവിടെ ഞങ്ങൾക്ക് എടുത്തു തരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു കുറേ ഡാൻസ് ക്ലാസ്സിലൊന്നും അങ്ങനെ നമ്മൾ കണ്ടുവരാറില്ല. അപ്പോൾ അതൊക്കെ എനിക്കൊരു ഭാഗ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. പിന്നെ സാറിൻ്റെ സിസ്റ്റർ ഉണ്ട് വിജയലക്ഷ്മി, ചേച്ചിയും കുറേ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പണ്ട് കൊച്ചിയിലെയൊക്കെ ഡാൻസ് പഠിക്കുന്നു, ചേച്ചി കൂടെ നിന്ന് കളിച്ച് കാണിച്ചു തരികയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നേ പിന്നെ എന്താ പറയുക, ഒരു വിദ്യാലയം എന്നുള്ളതിനുപരി ഒരു ഫാമിലി പോലെയാണ് എല്ലാവരും പെരുമാറുക. ഇപ്പം പാരൻസ് ആയാലും എല്ലാവരും ഭയങ്കര ഫാമിലി പോലെയാണ് ഇവിടെ. തൃപ്പൂണിത്തുറ സൂര്യ നൃത്ത വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളുടെയും വിശേഷങ്ങളായിരുന്നു ഇന്ന് നമ്മൾ ചാനൽ 91ലൂടെ പങ്കുവച്ചത്. വ്യക്തികൾ മുദ്രകൾ എന്ന എപ്പിസോഡിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി.